ഇനി രണ്ട് സഹോദരങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. വർഷങ്ങളായി ചെരുപ്പ് നിർമ്മാണം നടത്തുന്ന രണ്ട് സഹോദരന്മാരാണ്. വീടിനോട് ചേർന്നുള്ള ഷെഡിൽ ഇരുവരും ചേർന്ന് നിർമ്മിക്കുന്ന ചെരുപ്പുകൾക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട്, വലിയ ഡിമാൻഡാണ്. മെഡിക്കൽ ചെരുപ്പുകളാണ് കൂടുതലായും ഇവർ നിർമ്മിക്കുന്നത്. എന്ത് തരം ചെരുപ്പുകളാണ് എന്താണെന്നൊക്കെ കണ്ടുവരാം. എൻ്റെ പേര് ജോസി എന്നാണ്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 45 വർഷത്തോളായി. ഞങ്ങൾ സ്വന്തമായിട്ട് വർക്ക് തുടങ്ങിയിട്ട് 39ാമത്തെ വർഷമാണിത്. ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഓർത്തോ ഡോക്ടർമാർ സജഷൻ ചെയ്യുന്ന കസ്റ്റമേഡായിട്ടുള്ള ചെരുപ്പുകളാണ്. MCR, MCP അതുപോലുള്ള ചെരുപ്പുകളൊക്കെ ചെയ്യുന്നത്. കസ്റ്റമേഡിന് താല്പര്യം അനുസരിച്ച് ഹൈറ്റ് കൂട്ടി ഹൈറ്റ് കുറച്ച്, പിന്നെ ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ ഉള്ള ചെരുപ്പുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പതിഞ്ഞ കാലുള്ള ആൾക്കാർക്ക് ആർച്ച് വെക്കുന്നൊരു സംഭവമുണ്ട്. അത് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പതിഞ്ഞ കാലുകൾക്ക് ആർച്ച് വെച്ച് കൊടുക്കും ഞങ്ങൾ. ഡോക്ടർമാരെ എഴുതി കൊടുക്കും, അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങളത് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ സർജിക്കൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം റീറ്റെയിൽ ഷോപ്പുകളിലും MCR ചെരുപ്പുകളും സപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ബെന്നി. ചേട്ടനാണ് തുടങ്ങിയത് ആദ്യം. അതിനുശേഷം ഞാനും ഹെൽപ്പിൽ നിന്ന് കൂടി. വേറെ വർക്കൊന്നും ഉണ്ടായില്ല, രണ്ടുപേരും കൂടെ തന്നെയാണ് തുടങ്ങിയത്. വേറെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ വർക്കുണ്ട്, ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇല്ല. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-7 മണിയാകുമ്പോൾ അത് കഴിയും. പിന്നെ അതുകൊണ്ട് സപ്ലൈ ചെയ്യണം, പിന്നെ വന്നം മെറ്റീരിയൽസ് എടുക്കണം. ഇതെല്ലാം ഞങ്ങൾ രണ്ടുപേരും 2 റൂട്ടിലോട്ട് പോകും. ഇത് തുടങ്ങിയിട്ട് അതിനൊരു നിയന്ത്രണമില്ല. അന്ന് തുടങ്ങി ഇന്ന് വരെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ രാവിലെ തുടങ്ങി എല്ലാവരും നമ്മുടെ പണിയിൽ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു, ഫാമിലി മൊത്തം. പക്ഷെ ഇപ്പം എല്ലാവരും ഓരോ പണിയിലേക്ക് നീങ്ങിയത് കൊണ്ടാണ് അവർക്ക് സൗകര്യമില്ല. നമ്മളെ കൂടുതൽ നിർബന്ധിക്കാറില്ല. എന്ന് വെച്ചാൽ അവരും തൊഴിലെടുക്കുന്നത്, നമ്മൾ തൊഴിലെടുക്കുന്നത്, ആ രീതിയിൽ പോകണം. സാധാരണ രീതിയിൽ MCR ചെരുപ്പ് ഞങ്ങളൊരു 10-30 ഒരു ദിവസം ഉണ്ടാക്കും. കസ്റ്റമേഡായിട്ടുള്ള ചെരുപ്പുകളൊക്കെ ചിലപ്പോൾ ഒരു ദിവസം ഒരെണ്ണമൊക്കെ ഉണ്ടാക്കാം, 1-2 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഓരോ മോഡൽ അനുസരിച്ച്. ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഇതൊരു കലയും കൂടിയാണ്. കാരണം ഇതൊരു പല കസ്റ്റമറും പല പല ഡിസൈൻസൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ആയിട്ടുള്ള ഡിസൈൻസ് ഞങ്ങൾ വളരെ താല്പര്യത്തോടു തന്നെ അത് ചെയ്യുന്നത്. വളരെ ഹാപ്പിനെസ് ആയിട്ട് തന്നെ ഞങ്ങളിത് കൈകാര്യം ചെയ്യണം. കാരണം ഞങ്ങൾക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിൽ. പോകുന്നിടത്തോളം പോകും. പിന്നീട് അടുത്ത പുതിയ തലമുറയിൽ ഈ വർക്ക് മലയാളിയിൽ ഉണ്ടാവില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേവലം ഒരു തൊഴിലിനപ്പുറം ഒത്തൊരുമയുടെ കൂടെ കഥയാണ് ഇരുവരും പങ്കുവയ്ക്കുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഈ സഹോദരങ്ങളുടെ കൂടുതൽ വിശേഷം പറയാം വിഷ്ണുപ്രകാശ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, പലരും ഈ ചെരുപ്പ് നിർമ്മിക്കുന്നതൊക്കെ ഇപ്പോൾ സജീവമായിട്ട് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ സെയിൽ നടത്തുന്നതും ഒക്കെ കാണാൻ കഴിയും. ചെരുപ്പ് എന്ന് പറയുന്ന അത്രയും പ്രാധാന്യമുള്ള ഒരു സാധനമാണല്ലേ. നമുക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ കാലുവേദന വരും, നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതിനപ്പുറം ഈ പറഞ്ഞ പോലെ ഒരു പ്രായം കഴിയുമ്പോൾ ഉപ്പുറ്റി വേദനയൊക്കെ പലർക്കും അസഹനീയമായി വരും. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ ഈ ചെരുപ്പ് അത്രയും ഡിമാൻഡ് ഉണ്ടാവുന്നതും ആൾക്കാർക്ക്. കഴിഞ്ഞ 45 വർഷമായിട്ട് എറണാകുളത്ത് ചെരുപ്പ് നിർമ്മിച്ച് നൽകുന്ന രണ്ട് സഹോദരങ്ങളാണ് ജോസിയും ബെന്നിയും. അതിൽ 39 വർഷമായി തന്നെ അവർ സ്വന്തമായി അവരുടെ വീട്ടിലാണ് ഇത്തരത്തിൽ ചെരുപ്പ് നിർമ്മിക്കുന്നതും അത് വിൽപ്പന നടത്തുന്നതും. നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ ധാരാളമായി ഇപ്പോൾ ഈ ഇതര സംസ്ഥാനക്കാരെല്ലാം വന്ന് അവർ ചെരുപ്പ് നിർമ്മാണം തുടങ്ങിയതോടുകൂടിയാണ് ഇവർ മെഡിക്കൽ രംഗത്തെ ചെരുപ്പുകൾ നിർമ്മിക്കുന്നത്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കാലിൽ വിവിധ അസുഖങ്ങളായിട്ടുള്ളവരുടെയൊക്കെ ആവശ്യപ്രകാരമുള്ള ചെരുപ്പുകളാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ആശുപത്രിയിലുള്ള സപ്ലൈ ചെയ്യുന്ന ആശുപത്രികളിലോട്ട് ചെരുപ്പ് സപ്ലൈ ചെയ്യുന്ന ആളുകൾ അവർ നൽകുന്ന ഓർഡർ പ്രകാരം ഒരു ചെരുപ്പ് നിർമ്മിച്ച് നൽകുന്നുണ്ട്. ഈ ഫാൻസി ചെരുപ്പുകളുടെയൊക്കെ ആ ഒരു കാലം ഇവർ ഈ അന്യസംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ വന്ന് അവർ ചെരുപ്പ് നിർമ്മിച്ചതോടുകൂടി അതിലൊരു സാധ്യത കുറഞ്ഞു. കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള തരത്തിലൊക്കെ അവർ കൊടുക്കാൻ തുടങ്ങിയതോടാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇപ്പോൾ ഒരു മെഡിക്കൽ രംഗത്തു നിന്നുള്ള ഈ ചെരുപ്പുകളെല്ലാം നിർമ്മിച്ച് നൽകുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ സഹോദരങ്ങളാണ്. ഇവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 39 വർഷമായി ഇപ്പോൾ ഈ ചെരുപ്പ് നിർമ്മാണം ആരംഭിച്ചിട്ട് അവർ അവരുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ചെറിയ മുറിയാണ്, ആ മുറിയിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ ചെരുപ്പ് പൂർണ്ണമായും കൈകൊണ്ടാണ് പരമാവധി. ഇപ്പോൾ അത്യാധുനിക മെഷീനുകളും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും വരുന്ന ആളുകൾക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള തരത്തിലുള്ള ചെരുപ്പുകൾ നിർമ്മിച്ച് നൽകുന്നത്. ആ ആ ഒരു സ്നേഹമാണ് നമുക്കതിൽ ഏറ്റവും കൗതുകരമായിട്ടില്ലെങ്കിൽ ഒരു സന്തോഷമായി കാണുന്നത്. കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പുകൾക്ക് എല്ലാ കാലത്തും ഡിമാൻഡും കൂടുതലാണ്. എന്തായാലും ഈ സഹോദരങ്ങളുടെ ബിസിനസ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ.